ഗൈസ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും നമസ്കാരം. പുതിയ കുറച്ച് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ട്രാൻസ്ഫർ ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആസ് യൂഷ്വൽ, കാരണം നമ്മുടെ ട്രാൻസ്ഫർ വിൻഡോ ഓപ്പൺ ആയ ഫസ്റ്റ് ഡേന് ശേഷം നമ്മളെല്ലാവരും സംസാരിക്കുന്നതും എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പേരാണ് ബ്രിയാൻ എംബോമ, ബ്രെൻഫോർഡിന്റെ. അത് ഇനിയും നമുക്ക് ഒരു ഡീല് ക്ലോസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ ഓൾമോസ്റ്റ് ഇന്നത്രയായി 24 എങ്ങാനുമായി. ഇത്രയും ദിവസമായിട്ടും നെഗോഷിയേഷനിലും അതും ഇതും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ന്യൂസ് എന്താണ് വന്നിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല് 63 മില്യൺ പ്ലസ് ഫൈനൽ, ഓൾമോസ്റ്റ് ഫൈനൽ ആയിട്ടുണ്ട്. 63 പ്ലസ് ആഡ് ഓൺസ് ആണെന്ന് തോന്നുന്നുണ്ട്. കാരണം നമ്മൾ ഫസ്റ്റ് ബിഡ് അവർ 55+5 എങ്ങാനും ആയിരുന്നല്ല, 50+5 ആയിരുന്നു നമ്മൾ കൊടുത്തത്. അത് അവർ റിജക്ട് ചെയ്തു. 45 ആയിരുന്നു തോന്നുന്നുണ്ട്. അത് ഫസ്റ്റ് ബിഡ് എന്തായാലും റിജക്ട് ചെയ്തു. സെക്കൻഡ് ബിഡ് കൊടുത്തതും അവർക്ക് പറ്റിയില്ല. അവർ 65ന്റെ മേളിലൊക്കെ വേണം, അറൗണ്ട് 70 ഒക്കെ ആണ് ബ്രെൻഫോർഡ് ചോദിച്ചത്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് 63 പ്ലസ് ആഡ് ഓൺസ് ആണ് ഫൈനലൈസ് ആയിട്ടുള്ളത്. അത് ഓൾമോസ്റ്റ് എന്തായാലും ഹിയർ വി ഗോ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഒന്ന് പെട്ടെന്ന് വരട്ടെ. എത്ര കാലമായി ഇത്, എത്ര എന്ന് വെച്ചിട്ടാണ് ഒരു പ്ലെയറിന്റെ പിന്നാലെ നമ്മളിങ്ങനെ നോക്കുക. അപ്പൊ എംബോമയായിരിക്കും മിക്കവാറും നമ്മുടെ സെക്കൻഡ് സൈനിങ് വരിക. പിന്നെ സെയിൽസിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇപ്പോഴാണ് കുറച്ച് നല്ല പോസിറ്റീവ് ആയിട്ടുള്ള കുറച്ചൊരു അപ്ഡേറ്റ്സ് വന്നിരിക്കുന്നത്. ഫസ്റ്റ് തന്നെ നമുക്ക് പറയാം, നമ്മുടെ കസമേറോ അൽ നാസറിലേക്ക് കസമേറോ പോവാനുള്ള ഓൾമോസ്റ്റ് എല്ലാം കാണുന്നുണ്ട്, എല്ലാ ചാൻസസും കാണുന്നുണ്ട്. കസമേറോ ആക്സെപ്റ്റ് ചെയ്തു എന്നൊക്കെയാണ് കാണുന്നത്. അണ്ണൻ, നമ്മുടെ ഗോട്ട് റൊണാൾഡോ അണ്ണൻ നല്ലപോലെ പുഷ് ചെയ്യുന്നുണ്ട് അൽ നാസറിന്, നമ്മുടെ കസമേറോന് വേണ്ടിയിട്ട്. എനിക്ക് തോന്നുന്നു ഇനി നെഗോഷിയേറ്റിനും, കാരണം എത്രയാണ് എമൗണ്ട് കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇനി മോസ്റ്റ്ലി ഡിസ്കഷൻ ഉണ്ടാവുക. കസമേറോക്ക് പ്രശ്നമൊന്നുമില്ല, കസമേറോ ആക്സെപ്റ്റഡ് ആണ്. കാരണം നല്ല സാലറി ഒക്കെയാണ് അൽ നാസർ ഓഫർ ചെയ്തിട്ടുള്ളതാണ് കണ്ടത്. പിന്നെ നമ്മൾ എടുത്തു പറയേണ്ടത് ഫ്രീഡം ഫൈറ്റർ ജേഡൻ സാൻചോ. കുറെ കാലമായി ഒരു ക്ലബും വരാണ്ട് ഇങ്ങനെ ചെൽസിയിൽ നിന്നും ഒഴിവായി, ഇവിടെ തന്നെ വീണ്ടും തിരിച്ചു വന്നു. എവിടെയാണ് പോകേണ്ടതെന്ന് അവന് പോലും ഒരു പിടുത്തമില്ലാണ്ട് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസ് വന്നിരിക്കുന്നത് അവൻ ആക്സെപ്റ്റ് ചെയ്തു. അതായത് സാലറി, വേജസും കാര്യങ്ങളും ഒക്കെ ആക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത് ഫെനർബാഷെ, തുർക്കിഷ് ക്ലബായ ഫെനർബാഷെ ആയിട്ട് സാൻചോ ഡീൽ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഡയറക്റ്റ് ക്ലബ് ടു ക്ലബ് കോൺടാക്ട്സ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഫെനർബാഷയും യുണൈറ്റഡും തമ്മിൽ എത്ര ട്രാൻസ്ഫർ ഫീ, അതാണ് ഇപ്പം ഫൈനലൈസ് ആയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഫെനർബാഷെ 18 മില്യൺ എങ്ങാനാണ് തോന്നുന്നു ഇട്ടിരിക്കുന്നത്. ഒരു 25 ഒക്കെ കിട്ടുകയാണെങ്കിൽ നല്ല ഡീലായിരിക്കും. കാരണം ഓൾറെഡി ഒരു 5 മില്യൺ നമുക്ക് ചെൽസിന്റെ അടുത്ത് കിട്ടിയല്ലോ. അപ്പൊ അതും ഇതും കൂടി കൂട്ടുമ്പം നമുക്കൊരു മെച്ചമില്ലാത്തൊരു ബിസിനസ് പോലെയാണ്. പിന്നെ നമുക്ക് നെക്സ്റ്റ് വരിക ആന്റണിയാണ്. ആന്റണിയുടെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, അവൻ 30% അവന്റെ വേജസ് കട്ട് ചെയ്തു. എങ്ങനെയെങ്കിലും ബെറ്റിസിൽ തന്നെ, റിയൽ ബെറ്റിസിൽ തന്നെ അവന് കളിക്കണം എന്നാണ് ആഗ്രഹം. അത് ഡീല് നടന്നിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും. പക്ഷേ നമ്മൾ 40 to 45 ഒക്കെയാണ് ആന്റണിക്ക് ചോദിക്കുന്നത്. അത് ഒരു പ്രശ്നമാണ്. ആർക്ക്? നമ്മുടെ റിയൽ ബെറ്റിസിന്. അവന്മാർക്ക് അത്രത്തോളം പൈസ തരാനില്ല, ഇതാണ്. പക്ഷെ എങ്ങനെയെങ്കിലും ആ ഡീല് ക്ലോസ് ആക്കാൻ വേണ്ടിയിട്ടാണ് ആന്റണി ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് അവൻ 30% അവന്റെ വേജസ് പോലും കട്ട് ചെയ്ത്. ഈ ഫ്രീഡം ഫൈറ്ററിന് അതുപോലും പറ്റില്ല. ഇവന് പൈസ മാത്രം മതി എന്നുള്ളൂ, കളിക്കണം അങ്ങനെയുള്ള. ആന്റണീനെ പോലെയുള്ള ഒരു എന്താ പറയാ, ഒരു ആഗ്രഹമൊന്നും അച്ചങ്ങായിക്കില്ല. അവനിങ്ങനെ ഫ്രീഡം ഫൈറ്റർ ആയിട്ട് വെടിയും വെച്ച് നടക്കാനാണ് തോന്നുന്നുണ്ട് താല്പര്യം. എന്തായാലും പോട്ടെ, ഫെനർബാഷെ എങ്കിൽ ഫെനർബാഷെ പോയട്ടെ. കുറ്റം പറയാൻ പാടില്ല, പോയി രക്ഷപ്പെടട്ടെ, അങ്ങനെ മാത്രം പറയാം. പോയി രക്ഷപ്പെട്ട് നല്ലപോലെ കളിച്ച് ഇംഗ്ലണ്ട് നാഷണൽ ടീമിൽ കളിക്കാൻ പറ്റട്ടെ. നമ്മുടെ ഇപ്പോൾ മാർക്കസ് റാഷ്ഫോർഡ്, ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു അപ്ഡേറ്റ് കിട്ടിയത്, റാഷ്ഫോർഡിന് ആഗ്രഹം 2026 വേൾഡ് കപ്പിലേക്ക് എങ്ങനെയെങ്കിലും നാഷണൽ ടീമായ ഇംഗ്ലണ്ടിലേക്ക് കയറി പറ്റണമെന്നാണ്. നല്ല കാര്യമാണ്, അങ്ങനെയൊക്കെയാണ് ചിന്തിക്കേണ്ടത്. അപ്പോ ഓൾമോസ്റ്റ് എന്താണ്, റാഷ്ഫോർഡിനൊക്കെ കളിക്കാനുള്ള ഒരു താല്പര്യമുണ്ട്. ഇവന്റെ അടുത്ത് ഇതൊരു തേങ്ങയുമില്ല, ഇവന് പൈസ മാത്രം മതി എന്നാണ് ജേഡൻ സാൻചോന്. എന്തായാലും ഫെനർബാഷെ ഓൾമോസ്റ്റ് കൺഫേംഡ് ആയിരിക്കും എനിക്ക് തോന്നുന്നുണ്ട്. ഇനി നമ്മൾ തമ്മിലുള്ള ആ ഒരു ക്ലബിന്റെ നെഗോഷിയേഷൻ ഫീസും ഒക്കെ സെറ്റ് ആയി കഴിഞ്ഞാല് എത്രയും പെട്ടെന്ന് പറഞ്ഞു വിടാം. കാരണം ഇതിൽ ആരെയെങ്കിലൊക്കെ പറഞ്ഞു വിട്ടാൽ മാത്രമേ നമ്മള് ഈ എംബോമയുടെ ഡീൽ ഇപ്പം വന്നു കഴിഞ്ഞാലും രജിസ്റ്റർ ചെയ്യാനും, ഇവന്മാര് എന്തെങ്കിലും സെയിൽ നടന്നാൽ മാത്രമേ ഇവന്മാർ എന്തെങ്കിലും ചെയ്യുള്ളൂ. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് മെയിൻ വെയിറ്റ് ചെയ്യുന്നത്. അപ്പൊ എത്രയും പെട്ടെന്ന് സെയിൽ നടത്താൻ പറ്റട്ടെ. ആന്റണി, സാൻചോ, ഇപ്പൊ കസമേറോ ആണ് ലേറ്റസ്റ്റ് ആയി വന്നിട്ടുള്ളത്. കസമേറോ പോവുകയാണെങ്കിൽ മിക്കവാറും എന്തായാലും നമുക്കൊരു മിഡ് വേണം.
കസമറോ കൂടെ പോവുകയാണെങ്കിൽ, ഓൾറെഡി എറിക്സൺ പോയിട്ട് എറിക്സന്റെ ഒരു റീപ്ലേസ്മെന്റ് വന്നിട്ടില്ല. കുറേ ലിങ്ക്സും പുതിയ പ്ലെയറിന്റെ കുറേ ലിങ്ക്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്, പക്ഷെ നടക്കും തോന്നുന്നില്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ കഴിഞ്ഞ ലൈവിലും എല്ലാ വീഡിയോസിലും ഞാൻ പറയുന്ന ഒരു പ്ലെയറാണ് അറ്റ്ലാന്റയുടെ എഡേഴ്സൺ. നല്ലൊരു എഡിഷൻ ആയിരിക്കും അത്. കാരണം 45 to 50 അങ്ങനെ ചോദിക്കുന്നുള്ളൂ. നമുക്ക് ഈ കസമേറോയുടെ സെയിലും സാൻജോന്റെ സെയിലും ഒക്കെ കൂട്ടിയിട്ട് മിഡിലേക്ക് ആ ഒരു പ്ലെയറിനെ വാങ്ങാം, നല്ലൊരു ഇതാണ്. പിന്നെ ആന്റണീന്റെ സെയിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഒരു എംബോമ വരും, അതുകൊണ്ട് പിന്നെ വലിയ പ്രശ്നമില്ല. അപ്പൊ ആ ഒരു മിഡും കൂടി സെറ്റായി. പിന്നെ ഒരു ഗോൾ കീപ്പറാണ്, ആ ഒരു ഗോൾ കീപ്പറിലെ എമി മാർട്ടീനസ് യുണൈറ്റഡിന് വേണ്ട എന്നാണ് പറഞ്ഞത്. മാർട്ടീനസിന് യുണൈറ്റഡിന് വേണം, പക്ഷെ യുണൈറ്റഡിന് മാർട്ടീനസിന് വേണ്ട. പിന്നെ ഇനിയിപ്പോ എനിക്ക് തോന്നുന്നു മിക്കവാറും ഒനാന തന്നെ ആയിരിക്കും നെക്സ്റ്റ് സീസണിലും. അതാണ് ഇപ്പൊ ഒരു വിഷമമുള്ള കാര്യം. ഒനാന തന്നെ ആയിരിക്കും നെക്സ്റ്റ് സീസണിൽ. അതൊരു ശോകമായിട്ടുള്ള ഒരു ന്യൂസ് ആണ്. ഇല്ലെങ്കിൽ പിന്നെ കോസ്റ്റയെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നല്ലതായിരുന്നു. നമ്മുടെ പോർച്ചുഗലിന്റെ ഗോൾ കീപ്പർ ഡിയോഗോ കോസ്റ്റ നല്ലൊരു ഗോൾ കീപ്പറാണ്. അത് കിട്ടുമോ എന്താണെന്ന് അറിയില്ല. അതിന്റെ ന്യൂസുകൾ ലിങ്ക്സ് ആദ്യം വന്നിരുന്നു, ഇപ്പൊ ഒന്നുമില്ല. പക്ഷേ എമി മാർട്ടീനസിനെ യുണൈറ്റഡിന് വേണ്ടെന്നാണ് യുണൈറ്റഡ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, ഇപ്പൊ മാർട്ടീനസിനെ ആസ്റ്റൺ വില്ല ചോദിക്കുന്നത് 40 million പ്ലസ് ഒക്കെയാണ്. അതിന്റെ ആവശ്യമില്ല. 32 years ആയിട്ടുള്ള ഒരു ഗോൾ കീപ്പർ, എക്സ്പീരിയൻസ്ഡ് ആണ്. 30+ ആകുമ്പോഴാണ് ഇവന്മാരുടെ നല്ല ഫോമിലേക്ക് വരിക. പക്ഷെ 40 ഒക്കെ ഭയങ്കര ഓവർ പ്രൈസ്ഡ് ആണ്. അതിൽ കുറവ് കിട്ടുകയാണെങ്കിൽ നല്ലതായിരുന്നു. എന്തായാലും സെയിൽസ് നടക്കുന്നുള്ള കാര്യം നടന്നിട്ടുണ്ട്. മിക്കവാറും കസമേറോ ആണോ ജാഡൻ സാൻജോ ആണോ ആരുടെ ആയിരിക്കും ഫസ്റ്റ് നടക്കാമെന്ന് മാത്രം നമുക്ക് ഇനിയുള്ളൂ. ഫെനർബാഷെ, ജാഡൻ സാൻജോ ടു ഫെനർബാഷെ, കസമേറോ ടു അൽ നാസർ. എന്തായാലും നല്ല ഡീലുകളായിരിക്കും. ഒരു മിഡ് എംബോമയുടെ ഡീല് പെട്ടെന്നൊന്ന് നടത്തി നല്ലൊരു മിഡ് അറ്റ്ലാന്റയുടെ എഡേഴ്സണോ ഇല്ലെങ്കിൽ ആ വാർട്ടൻ ഉണ്ടല്ലോ പ്രീമിയർ ലീഗിൽ കളിച്ച് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അവനെയോ ഒരു മിഡും കൂടി വാങ്ങി ഗോൾ കീപ്പറിന് ഇവന്മാർക്ക് വാങ്ങാൻ താല്പര്യമില്ല എന്നാണെങ്കിൽ പിന്നെ നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ഒനാനയാണെങ്കിൽ നെക്സ്റ്റ് സീസൺ ഒന്നും പറയാൻ പറ്റൂല. അതാണ് അവസ്ഥ. ലാസ്റ്റ് സീസൺ എല്ലാവരും കണ്ടതാണ്. ഞാൻ കാരണം കഴിഞ്ഞ ലൈവിൽ കുറെ പറഞ്ഞിട്ട് ഞാൻ ഫുള്ള് നെഗറ്റീവാണ്. ഞാൻ നെഗറ്റീവ് മാത്രമേ പറയുന്നുള്ളൂ. ഒനാനയോട് എന്താണ് ഇത്ര ദേഷ്യം അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ചർച്ച നടന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ശരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കണ്ടതാണ് ഒനാനന്റെ കളി. യൂറോപ്പ ലീഗ് ഫൈനലിലും എല്ലാവരും കണ്ടതല്ലേ, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അല്ലാണ്ട് ഞാൻ ഫുള്ള് നെഗറ്റീവ് മാത്രമേ വീഡിയോസിൽ ഇടുന്നുള്ളൂ. എൻ്റെ വീഡിയോസ് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും ഞാൻ ഫുള്ള് നെഗറ്റീവാണ് പറയുന്നത്. അതിൽ വലിയ അർത്ഥമില്ലല്ലോ. എന്തായാലും ഇതാണ് നമുക്കിപ്പം എനിക്ക് നിങ്ങളുടെ മുന്നിൽ പറയാനുള്ളത്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ട്രാൻസ്ഫർ ന്യൂസുകളൊക്കെ ഇതാണ്. പിന്നെ സ്ട്രൈക്കറായിട്ട് നമ്മുടെ മറ്റേ കോളോ മുവാനി യുവന്റസിന്റെ അത് നോക്കുന്നുണ്ട്. പക്ഷേ അത് അത്ര സീരിയസ് ആയിട്ടുള്ള ലിങ്ക്സ് ഒന്നും ഞാൻ കണ്ടില്ല. കാരണം ഇപ്പം എല്ലാം ഒന്നും എന്താ പറയാ ഒരു തണുത്ത രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം സെയിൽസ് ഒന്നും നടക്കാത്തത് കൊണ്ട് നമുക്ക് ആരും വാങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് ആകെ മൊത്തം ഒരു ശോകം അവസ്ഥയായിരുന്നു. പക്ഷെ ഇപ്പോഴാണ് ഒന്ന് ഉണർന്ന് സാൻജോന്റെയും കസമേറോന്റെ ഒക്കെ ന്യൂസ് പുറത്തേക്ക് വന്നത്. അപ്പൊ എത്രയും പെട്ടെന്ന് ഇനി നല്ല കുറച്ച് ഈ ഇൻകമിങ്സും ഔട്ട് ഗോയിങ്സും എല്ലാം നടക്കട്ടെ. ഇനിയും പുതിയ പുതിയ അപ്ഡേറ്റുകളായിട്ടും നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. അതുവരെ ബൈ.